വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി UPST റാങ്ക് ഹോൾഡേഴ്സ്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇന്നു മുതൽ പ്രതിഷേധ സമരം തുടങ്ങുന്നത്. നേരത്തെ സൂചനാ സമരവും ഉദ്യോഗാർത്ഥികൾ നടത്തിയിരുന്നു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇവരുടെ ആവശ്യങ്ങൾ? ഈ ആവശ്യങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ അത് നടപ്പാവുന്നില്ല എന്ന ഘട്ടത്തിലാണ് സമരത്തിലേക്ക് കിടക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, നിലവിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ LP സ്കൂൾ ടീച്ചേഴ്സിന്റെ റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തുന്നുണ്ട്. അതിന് പിന്നാലെയാണ് UPST റാങ്ക് ഹോൾഡേഴ്സും അനിശ്ചിതകാല സമരവുമായി രംഗത്തെത്തുന്നത്. 5000 പേരടങ്ങുന്ന റാങ്ക് പട്ടികയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ PSC പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ആ റാങ്ക് പട്ടികയിൽ നിന്നും 2 പേർക്ക് മാത്രമാണ്, 12 ജില്ലകളിലുള്ള ആർക്കും നിയമനം ലഭിച്ചിട്ടില്ല. 2 ജില്ലകളിൽ നിന്നുള്ള 2 പേർക്ക് മാത്രമാണ് ഇതുവരെയും നിയമനം ലഭിച്ചതെന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സൂചനാ സമരത്തിന് ശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് ഈ ഉദ്യോഗാർത്ഥികൾ കടന്നിട്ടുള്ളത്. നമ്മളുടെ കൂടെ ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയും ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയുമുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധം ആരംഭിക്കുന്നത്? 2 ആഴ്ച മുന്നേ നമ്മൾ സൂചനാ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയിരുന്നു. അതിൽ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കണ്ടതിന് ശേഷം ഒരു നിയമനങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കാം എന്നുള്ളൊരു കാര്യം പറയുകയുണ്ടായി. പക്ഷേ അതിനകത്തൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് നമ്മൾ ഈ സമരം വീണ്ടും അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് UP സ്കൂളിലെ 5ാം ക്ലാസ്സിൽ 1:25 എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതവും 6ഉം 7ലും 1:30 എന്ന അനുപാതവും ആക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് HMൻ്റെ ക്ലാസ് ചാർജ് ഒഴിവാക്കിക്കൊണ്ട് ആ പോസ്റ്റുകളിലേക്ക് PSC ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. അതോടൊപ്പം തന്നെ ഫിഷറി സ്കൂളിലെയും MRS സ്കൂളിലെയും UP സ്കൂളിലെ നിയമനം PSC അല്ല ഇപ്പോൾ നടത്തി വരുന്നത്. ആ നിയമനം കൂടെ PSCക്ക് വിട്ടുകൊണ്ട് MRS സ്കൂളിലെയും ഫിഷറി സ്കൂളിലെയും നിയമനങ്ങൾ PSCക്ക് വിട്ടുകൊണ്ട് ഈ റാങ്ക് പട്ടികയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ എടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആവശ്യമായി നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്ന വരെ സമരം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്. അനിശ്ചിതകാല സമരം നടത്തുന്നത് മന്ത്രി അറിയിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നേ സൂചിപ്പിച്ചു, മന്ത്രിയെ കണ്ടിരുന്നു. അന്നേരം ഒരു തീരുമാനത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ LPSAക്ക് ചെറിയൊരു കാര്യം, അവർക്ക് ചെറിയ ഒരു എന്താ പറയുക, അവരുടെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്താമെന്നുള്ളൊരു തത്വത്തിലൊരു തീരുമാനം വന്നെങ്കിൽ കൂടി അത് HSAക്കും അവർക്ക് തീരുമാനം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉടൻ തന്നെ നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു. അതായത് ഈ റേഷ്യോ 1:25 എന്നുള്ള രൂപത്തിലുള്ള LPക്കും പിന്നെ HSAയിൽ അവർ ആവശ്യപ്പെട്ട അനുപാതത്തിലുള്ള നിയമനം നടത്താം എന്ന് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ UP സ്കൂളുകാർ ഇതിനിടയിൽ വിട്ടുപോയിട്ടുണ്ട്. മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് UP സ്കൂളുകാരുടെ പ്രശ്നം കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം മുന്നോട്ട് വെക്കുന്നത്. ഹർഷൻ, എന്തായാലും നിരവധി ആവശ്യങ്ങൾ നിലവിൽ അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളിൽ ഒരു അനുഭാവപൂർണ്ണമായ നിലപാട് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരാനാണ്, അല്ലെങ്കിൽ ആ ഒരു സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഈ ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഹർഷൻ.